മകൻ ഇന്നലെ വരുന്നത് അറിയിച്ചിരുന്നോ? അറിയിക്കില്ലായിരുന്നു. സാധാരണ ഇങ്ങനെ എപ്പോഴൊക്കെയാണ്? ചിലപ്പോൾ വരും പുള്ളി. എവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പല സ്ഥലത്താണ് പുള്ളിക്ക് പണി. എവിടെയാണെന്നും കൃത്യമായിട്ട് പറയില്ല പുള്ളി. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും. അതുകൊണ്ട് വന്നതായിരിക്കും. സംഭവത്തിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നതല്ലേ? ആ സംഭവത്തിന് ശേഷം അറിയുന്നത് 12 ആയപ്പോഴാണ്. സഹോദരി ഉണ്ട്, സഹോദരി പേര് സ്വപ്ന എന്നാണ്. ഇടുക്കിയിലാണല്ലേ താമസം? ഇപ്പൊ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത്? എങ്ങനെയാണ്? ലൈവ് കണ്ട്, ഫോണിൽ ലൈവ് കണ്ട് ഞാൻ ഇപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കണം, ആശുപത്രിയിലാണ്. അപ്പൊ സംശയം തോന്നി എനിക്ക്. അപ്പൊ പുള്ളി വിളിച്ചന്വേഷിച്ചപ്പം പുള്ളിയോട് പറഞ്ഞു ഇന്ന ആളാണ്. എന്നോട് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എൽദോസാന്നുള്ളത്. അങ്ങനെയാണ് അറിഞ്ഞത്. നിങ്ങൾ ജനിച്ചു വളർന്ന വീട് തന്നെയല്ലേ ഇത്? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കാട്ടാന പണ്ട് മുതലേ പ്രശ്നമുണ്ടോ? അങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണതയില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് ആളുകളെ ഉപദ്രവിക്കുന്നത്. കൃഷി കാര്യങ്ങളൊക്കെ നശിപ്പിക്കും, പിന്നെ റോഡിൽ പോകുമ്പോൾ അങ്ങനെ കാണാൻ നിൽക്കുന്നതൊക്കെ. പക്ഷെ ആളുകളെ ഉപദ്രവിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ, ആദ്യമായിട്ടാണ്. എൽദോസ് എവിടെയാണ് ജോലി ചെയ്തിരുന്നതെന്നൊക്കെ അറിയോ? എങ്ങനെയാണ്? തൃശ്ശൂരായിരുന്നു. പുള്ളി രാത്രി ഇവിടെ എത്തിയപ്പം രാത്രിയായി. അതാ രാത്രിയായിട്ട് പോകുന്നത്. പുള്ളി നടന്നു വന്നപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയാണോ വരാറ്? അധികം ദിവസം നിൽക്കാറില്ല, 2-3 ദിവസമൊക്കെ നിൽക്കും. ക്രിസ്മസ് അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ വന്ന ഒരാഴ്ചയൊക്കെ നിൽക്കും. അല്ലാതെ വന്ന 2-3 ദിവസമൊക്കെ നിന്നിട്ട് പുള്ളി പോകും തിരിച്ച്. പിന്നെ അറിയിച്ചിട്ടൊന്നുമില്ല അല്ലേ വീട്ടിൽ? വിളിക്കും. ഇപ്പൊ ഇന്നലെ വന്ന വിവരമൊന്നും വിളിച്ചില്ല. ചിലപ്പോൾ വിളിച്ചു പറയും, അപ്പച്ചനെ വിളിച്ചു പറയും. അങ്ങനെ പിന്നെ ഞങ്ങളെ 1-2 ദിവസം വിളിക്കാറുണ്ട്.